സമ്മേളനം ആരംഭിക്കും മുമ്പ് സമ്മേളന പ്രതിനിധികളും എല്ലാവരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ ഉള്ളിലേക്ക് കയറും മുമ്പ് എല്ലാവരും സൗഹൃദമൊക്കെ പങ്കുവെച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് എവിടെയും ഗ്രൂപ്പ് ഫോട്ടോകളാണ് കാണാം നമുക്ക് ആ നിലയിൽ. അതുപോലെ വനിതാ ദിനമാണ്, അതിനെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വനിതാ ദിന ആശംസകളൊക്കെ നേരുന്നുണ്ട്. അവർ ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. MLA-മാരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ വനിതാ നേതാക്കൾ അപ്പുറത്ത് മുഹമ്മദ് റിയാസ് മറ്റു സഹപ്രവർത്തകരും സഖാക്കളും ഒക്കെ വരുമ്പോൾ അവർക്കൊപ്പം ഫോട്ടോ എടുക്കുന്നു. അത് കണ്ട് ആസ്വദിക്കുന്ന മനുഷ്യരിപ്പുറത്ത് തൊട്ടപ്പുറത്ത് മന്ത്രി സജി ചെറിയാൻ, ഇപ്പോൾ ഒറ്റപ്പാലം MLA പ്രേം വന്ന് ഏതാണ്ട് റിയാസിനെ ആദ്യമായി കാണുന്ന മട്ടിലാണ് ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കുന്നത്. അത് അല്ല മിനിസ്റ്റർ നിങ്ങൾ രണ്ടുപേരുടെ ഫോട്ടോ എടുക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യരെ പോലുണ്ട്. എത്രയോ കാലത്തെ ബന്ധമല്ല. എന്നിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കുക. റഫീഖ് റഫീഖ് പ്രേമ നമ്മള് ഒരു മനസ്സൊരു ശരീരമാണ്. അപ്പോൾ അങ്ങനെ യൂത്ത് മാർച്ച് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നടക്കുന്നു, അതിലൊരുമിച്ച് താമസിക്കുന്നു. സംഘടനാ വർക്കിന് അങ്ങോട്ടും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്ന, അതൊന്നും പറിച്ചു നടാൻ പറ്റാത്ത ബന്ധമാണ് ഈ വിദ്യാർത്ഥി യുവജന സംഘടനകളിലെ ബന്ധം എന്ന് പറഞ്ഞാൽ. അത് മറക്കാൻ വേണ്ടി പറ്റാത്ത ബന്ധമാണ്. പാർട്ടിയുടെ കുഞ്ഞൻ ജില്ലാ സെക്രട്ടറിയാണ്. DYFIയിലൊക്കെ പ്രവർത്തിച്ചിട്ട് നമുക്ക് ഒക്കെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം, കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും ഏതൊരു പഞ്ചായത്തിൽ പോയാലും നമുക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന, നമ്മളെ അറിയുന്ന, നമുക്കറിയുന്ന മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. സമ്മേളനത്തിന് വരുമ്പോൾ അങ്ങനെ ആളുകളെ അതിലും വലിയൊരു സമ്പത്തില്ല. സമ്മേളനത്തിന് വരുമ്പോൾ ഇങ്ങനെ എല്ലാവരെയും കാണുന്നു, സൗഹൃദം പുതുക്കുന്നു, കുശലം പറയുന്നു. ഇവരെ സമ്മേളനം എല്ലാവരും കാണുന്ന ആളാണ്. ഞാൻ ചോദിച്ചേ MLA-യും മന്ത്രിയും കൂടെ പടമൊക്കെ എടുത്ത് വയനാട് നമ്മളെപ്പോഴും കാണുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. റഫീഖ് വലിയ സമരത്തിൻ്റെ ഇടയിലാണ്, ഡൽഹിയിൽ വരെ സമരം ചെയ്യും. ജില്ലാ സെക്രട്ടറി ആയ പാടെ സെക്രട്ടറി ആയതിനു ശേഷമുള്ള ഇടപെടൽ, അതിൽ ദില്ലി സമരം പൊതുവെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, ഒരു പ്രത്യേകത, സമര ജീവിതത്തിൽ ആദ്യമായിരിക്കും. ജില്ലാ സെക്രട്ടറി ആയ ശേഷം ആദ്യത്തെ സമരം അത് ദില്ലിയിൽ പോയാണ് ചെയ്തത്, അല്ലേ? അതെ 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 പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ നിലയിൽ ഈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ അന്ന് റഫീഖ് DYFI ജില്ലാ സെക്രട്ടറിയാണ്, ഫ്രാൻസിസ് പ്രസിഡന്റാണ്. അന്ന് DYFI നടത്തിയൊരു ഇടപെടലുണ്ട്, നമ്മൾ നേരിട്ട് കാണുന്നില്ല. ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഡേ മുതലുണ്ട്. അപ്പോൾ അത് ഒരു മാതൃകാപരമായ ഇടപെടലാണ്. DYFIക്ക് അതെ അതെ വലിയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇടപെട്ടെങ്കിലും അതിലൊരു ആവേശകരമായ അനുഭവം. യൂത്ത് DYFIൻ്റെ ഒരു ഇടപെടൽ, അതുപോലെ അവിടെ CPIM-ൻ്റെ ഒക്കെ ഒരു ഇടപെടലുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇടപെടലാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വല്ലാതെ തകർന്നു കിടക്കുന്ന കോൺക്രീറ്റിൻ്റെ ഇടയിൽ നിന്ന് ഒരു DYFI പ്രവർത്തകൻ ബ്രിഗേഡ് ഹെൽമെറ്റൊക്കെ വെച്ച് രാത്രി ഇറങ്ങി വരുന്ന ആദ്യ ദൃശ്യങ്ങളെന്ന് കൈരളി കൊടുക്കും. പിന്നീട് അത് വലിയ ചർച്ചയായിരുന്നു കേരളം ഒട്ടാകെ. അപ്പോൾ ഏതായാലും ആ സൗഹൃദങ്ങളൊക്കെ അങ്ങനെ പങ്കുവെച്ച് സമയം ഞാൻ കളയുന്നില്ല, നടക്കട്ടെ. ഒരുപാട് ആളുകൾ ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ ഒരു കാഴ്ച. ആ കാഴ്ച സാന്ദർഭികമായി സംസാരിച്ചതാണ്. ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്.